ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും CPIM നേതാവുമായ A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. ഇപ്പോൾ ആ കോടതിക്ക് പുറത്ത് BJP കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് R. അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ്കുമാർ, അല്പസമയം മുമ്പാണ് കോടതി നടപടികൾ പൂർത്തിയായത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ 2 ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവായിട്ടുള്ളത്. ഈ പുറത്ത് ഇപ്പോൾ BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം പത്മകുമാറിനെതിരെ വലിയ പ്രതിഷേധം അകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഉണ്ടായതാണ്. ഇതിനുശേഷം പുറത്തേക്ക് കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ സംഘടിച്ചെത്തിയിട്ടുണ്ട്. പത്മകുമാറിനെ നേരിൽ കാണാനും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അറിയിക്കാനുമാണ് ഈ പ്രവർത്തകരെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ പത്മകുമാറിനെ പുറത്തേക്ക് ഇറക്കും. കോടതി നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കോടതിക്കുള്ളിൽ വിശദമായ വാദപ്രതിവാദമാണ് നടന്നത്. കാരണം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി നേരിട്ട് ഈ കേസിൽ ബന്ധമുള്ള ആളാണ് A. പത്മകുമാർ. അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി നിർണായക വിവരങ്ങൾ പത്മകുമാറിൽ നിന്ന് ലഭിക്കുകയും ചെയ്യാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നതാണ് SIT ടീം കോടതിക്ക് മുമ്പാകെ ബോധിപ്പിച്ചത്. അതേസമയം തന്നെ ഈ കേസിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ സഹകരിക്കുന്നുണ്ടെന്നും മറുവാദം പത്മകുമാറിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചെങ്കിലും പ്രോസിക്യൂഷൻ ഇത് പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത്. പലതവണ നോട്ടീസ് നൽകിയെങ്കിൽ പോലും പത്മകുമാർ ഹാജരല്ല. ഇത് നിസ്സഹരണത്തെ വ്യക്തമാക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. വിദേശത്തേക്കടക്കം യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി കണ്ടെത്തണം. ഇത് ചോദ്യം ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് 2 ദിവസത്തെ ഈ ചോദ്യം ചെയ്യലിന് അനുമതി ആവശ്യപ്പെട്ടത്. ഇത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരൻ അടക്കമുള്ളവർ ഇപ്പോൾ ഈ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. ഒരുപക്ഷെ അല്പസമയത്തിനകം വൈദ്യപരിശോധനയടക്കം പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരത്തേക്ക് പത്മകുമാറിനെ കൊണ്ടുപോകും. പിന്നീട് അവിടെ വെച്ചായിരിക്കും ചോദ്യം ചെയ്യലടക്കം പൂർത്തിയാവുക. നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പാകെ തിരിച്ച് കോടതിക്ക് മുമ്പാകെ പത്മകുമാറിനെ ഹാജരാക്കുകയും ചെയ്യണം. കാരണം ഇതിൽ പത്മകുമാറിന്റെ റോൾ എന്താണ് എന്ന അന്വേഷണ സംഘത്തിന് നാളെ ഹൈക്കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം കോടതി നിശ്ചയിച്ച സമയക്രമം നാളെയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട 2ാം ഘട്ട റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുമ്പോൾ പത്മകുമാറിന്റെ റോൾ കൂടി കൃത്യമായി മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കും ഇനി അന്വേഷണ സംഘം ഇതിന്റെ അടുത്ത നടപടിയിലേക്ക് പോവുക. എന്തായാലും കോടതി നടപടികൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.